ഹായ് ഗായ്സ്, ഗലിബർ ചാനൽ എല്ലാവർക്കും സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ 7 11th വീക്ക് എവിഷനിലേക്കുള്ള വോട്ടിങ്ങിൻ്റെ അവസാന മണിക്കൂറിലേക്ക് എടുത്തിരിക്കുകയാണ്. നമ്മളിന്ന് രാത്രി 11 മണി വരെയുള്ള ഒരു അൺഒഫീഷ്യൽ വോട്ടിംഗ് സ്റ്റാറ്റസ് ആണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ പോകുന്നത്. ഇനി 1 മണിക്കൂർ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ വോട്ടിംഗ് സ്ലോട്ട് ക്ലോസ്ഡ് ആവാൻ. അതിനുള്ളിൽ തന്നെ നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥി ആരാണാവോ അവർക്ക് വേണ്ടിയിട്ട് ഹോട്ട്സ്റ്റാറിൽ കയറി തന്നെ വോട്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടെ നിങ്ങളെ അറിയിക്കുകയാണ്. ഈ അൺഒഫീഷ്യൽ വോട്ടിംഗ് സ്റ്റാറ്റസ് നോക്കിയിട്ട് നിങ്ങൾ ഒരാൾ സേവ് ചെയ്യാൻ വേണ്ടി വേറൊരാൾക്ക് വോട്ട് കൊടുക്കാതിരിക്കുക. നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥികൾക്ക് തന്നെ വോട്ട് കൊടുത്തുകൊണ്ടിരിക്കുക. മറ്റൊരാളെ പുറത്താക്കാനായിട്ട് നിങ്ങൾ വോട്ട് ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് പണിയായിട്ട് തന്നെ വരത്തുള്ളൂ. എന്തായാലും ഇനി 1 മണിക്കൂർ മാത്രം അവശേഷിക്കെ ഇന്ന് രാത്രി 11 മണിയുടെ വോട്ടിംഗ് റിസൾട്ടിൽ 1ാം പൊസിഷൻ ഷാനവാസ് ആണുള്ളത്. ഷാനവാസ് സേഫ് ആണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം നല്ല രീതിയിലൊരു മുന്നേറ്റം നടത്തി 1ാം പൊസിഷനിലാണ് അൺഒഫീഷ്യൽ വോട്ടിംഗ് സ്റ്റാറ്റസുകൾ കണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ 66,809 വോട്ട് നേടി സേഫായിട്ട് തുടരുന്നു 1ാം പൊസിഷനിൽ. 2ാം പൊസിഷനിൽ ആര്യനാണുള്ളത്. ആര്യനും സേഫ് ആണെന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. കാരണം ആര്യൻ്റെ ബിഗ് ബോസ് ഹൗസിലത്തെ പ്രകടനവും പ്രേക്ഷക പിന്തുണയും മാനിച്ചുകൊണ്ട് അൺഒഫീഷ്യൽ വോട്ടിംഗ് സ്റ്റാറ്റസുകൾ 65,700 വോട്ടോടുകൂടി 2ാം പൊസിഷനാണുള്ളത്. 3ാം പൊസിഷനിൽ നൂറ അട്ടിമറി മുന്നേറ്റം നടത്തി കയറി വന്നിരിക്കുകയാണ്. അക്ബറിനെ അട്ടിമറിച്ചുകൊണ്ടാണ് 1 മണിക്കൂർ അവശേഷിക്കെ മുന്നിലേക്ക് വന്നിരിക്കുന്ന 64,709 വോട്ടോടുകൂടി 3ാം പൊസിഷനാണുള്ളത്. 4ാം പൊസിഷനിൽ അക്ബർ ഒന്ന് വീണു പോയിരിക്കുകയാണ്. ഇനി 1 മണിക്കൂർ മാത്രമേ അക്ബറിൻ്റെ മുമ്പിലുള്ളൂ. ഇപ്പോൾ 4ാം പൊസിഷനിൽ 64,209 വോട്ട് നേടി 4ാം പൊസിഷനിൽ തന്നെ തുടർന്ന കാഴ്ചയാണ് കാണുന്നത്. 5ാം പൊസിഷനിൽ ഏവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് നെവിൻ കയറി വന്നിരിക്കുകയാണ്. ഇനി വോട്ടിങ്ങിന് 1 മണിക്കൂർ മാത്രം അവശേഷിക്കുമ്പോൾ നെവിൻ്റെ ഒരു അത്ഭുത പ്രകടനം എന്ന് തന്നെ പറയാം. കാരണം അവസാന മണിക്കൂറൊക്കെ അടുക്കുമ്പോഴേക്കും 5ാം പൊസിഷൻ എന്ന പൊസിഷനിലേക്ക് കയറി വന്നിട്ടുണ്ട്. 63,100 വോട്ടാണ് നേടിയിരിക്കുന്നത്. 6ാം പൊസിഷനിലേക്ക് വേദലക്ഷ്മി തള്ളപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ വളരെ 20-30 വോട്ടിൻ്റെ വ്യത്യാസം മാത്രമുള്ളൂ നെവിനുമായിട്ട്. ഇനി 1 മണിക്കൂർ വേദലക്ഷ്മിയുടെ മുമ്പിൽ അവശേഷിക്കുന്നുണ്ട്. എന്തും സംഭവിക്കാം. നമുക്ക് കാത്തിരുന്ന് കാണാം ആരാകും ഇത്തവണ പുറത്തു പോകുന്നത്. അതിനുള്ള വ്യക്തമായ വിവരങ്ങൾ നമ്മൾ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. താങ്ക്